കോഴിക്കോട് കൊടുവള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കിഴക്കോത്ത് 12 വയസ്സുകാരനായ വിദ്യാർത്ഥിക്ക് നേരെ ബന്ധുക്കളുടെ അതിക്രൂരമായ മർദ്ദനവും പീഡനവും. കാണാതായ വാച്ചുകുട്ടി മോഷ്ടിച്ചതാണെന്ന് ആരോപിച്ചായിരുന്നു ബന്ധുക്കൾ കുട്ടിയെ മർദ്ദിച്ചത്. ഓഗസ്റ്റ് 6 നടന്ന സംഭവത്തിൽ കുട്ടിയെ സ്വന്തം വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോയി ബന്ധുവീട്ടിലെ മുറിയിൽ പൂട്ടിയിടുകയായിരുന്നു. തുടർന്ന് കൈകാലുകൾ കൂട്ടിക്കെട്ടി കഠിനമായി മർദ്ദിക്കുകയും ശരീരത്തിലെ മുറിവുകളിലും സ്വകാര്യ ഭാഗങ്ങളിലും മുളകുപൊടി പുരട്ടുകയും കണ്ണിൽ മുളകുവെള്ളം ഒഴിക്കുകയും ചെയ്തു. കൂടാതെ കാൽനഖത്തിനിടയിൽ ഈർക്കിളിയും കൈനഖത്തിനിടയിൽ ടൂത്ത് പിക്കും കുത്തിക്കയറ്റുന്നതടക്കമുള്ള ക്രൂരതകൾക്കും ഇരയാക്കി. രാത്രി 11 മണിയോടെ കൈകാലുകളിലെ കെട്ടിന് അയവ് വന്നതിനെ തുടർന്ന് സ്വയം കെട്ടഴിച്ച് ടെറസിനോട് ചേർന്നുള്ള കവുങ്ങിലൂടെ സാഹസികമായി ഊർന്നിറങ്ങി രക്ഷപ്പെട്ട കുട്ടിയെ റോഡിൽ വെച്ച് കണ്ട ഒരു വഴിയാത്രക്കാരനാണ് കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. സംഭവത്തെക്കുറിച്ച് കോഴിക്കോട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ വിവരമറിയിച്ചതിനെ തുടർന്ന് അടിയന്തരമായി ഇടപെടുകയും അന്വേഷണം നടത്തി കർശന നടപടിയെടുക്കാൻ റൂറൽ എസ്.പിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. കുട്ടിയെ പീഡിപ്പിച്ച പിതൃസഹോദരൻ, ഇയാളുടെ ഭാര്യ, മകൻ എന്നിവർക്കെതിരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കൽ, ആയുധങ്ങൾ ഉപയോഗിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ, ബാലനീതി നിയമപ്രകാരമുള്ള വിവിധ വകുപ്പുകൾ എന്നിവ ചുമത്തി കൊടുവള്ളി പോലീസ് കേസെടുത്തിട്ടുണ്ട്. പിന്നീട് നടത്തിയ പരിശോധനയിൽ കാണാതായതെന്ന് പറഞ്ഞ വാച്ച് വീട്ടിൽ തന്നെ കണ്ടെത്തുകയും ചെയ്തു. നിലവിൽ കുട്ടിക്ക് ആവശ്യമായ കൗൺസിലിംഗ് നൽകിയ ശേഷം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്.